ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുന്നു. വേറെ ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്, അതും പരിഹരിച്ച് നടപ്പാക്കും. മറ്റൊരു കാര്യം കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബൈലോയിലെയും ബോണ്ടിലെയും ചില വ്യവസ്ഥകൾ വിദ്യാർത്ഥി വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബൈലോയും അവരൊപ്പുവച്ചിട്ടുള്ള ബോണ്ടുകളും പുനഃപരിശോധിച്ച് അത്തരം തെറ്റായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുമായിട്ടുള്ള ചർച്ചയിൽ ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സ്ഥാപനം ദേശീയ നിലവാരത്തിൽ ശ്രദ്ധേയമായ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിധത്തിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ശ്രദ്ധയും പരിഗണനയും ആ സ്ഥാപനത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ ഡയറക്ടറെ ഏറ്റവും പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ദൂരീകരിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് അതിനെ മാറ്റാനാണ് വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് സർക്കാർ പരിശ്രമിക്കുന്നത്. സംവരണത്തിൽ വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവ നികത്തുന്നതിനുള്ള തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കും. സമരം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. സമരം അവസാനിപ്പിച്ചുകൊണ്ട് അക്കാദമിക് പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അതങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നിർദ്ദേശങ്ങളൊക്കെ ആ റിപ്പോർട്ടുകളിലുള്ളതാണ്. ഈ ഡോക്ടർ NK ജയകുമാറും ഡോക്ടർ ജയകുമാറും രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ആ ആവശ്യം അങ്ങനെ അവർ പ്രസ് ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾ സമരം ഒത്തുതീർന്നു എന്നുള്ള കാര്യം ഞാൻ സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അവിടെ പഠനം തുടരട്ടെ സുഹൃത്തെ. അക്കാദമികമായ കാര്യങ്ങൾ ശാന്തമായിട്ട് ഇനി ആരംഭിക്കട്ടെ. കുറേ ദിവസം പഠനം മുടങ്ങിപ്പോയി, ഇനി അത് നന്നായി പോട്ടെ. ഇനിയും നമുക്ക് അത് പ്രശ്ന കലുഷിതമാക്കണ്ട. എല്ലാവർക്കും നന്ദി, സന്തോഷം.